രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് പരിപ്പും തക്കാളിയാണ് കറി വെക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയിട്ടാൽ നന്നാവുമല്ലോ, ഗ്യാസ് പ്രോബ്ലം. അതുകൊണ്ട് വെളുത്തുള്ളി റെഡിയാക്കാണ്. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ, ചായ കുടിച്ചോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെന്താ, എനിക്ക് എന്താ പറയുക, ഓരോരുത്തർ വീഡിയോയിൽ പിന്നെ എന്താ പറയുക, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ദൈവം നമുക്ക് എന്താണോ വിധിച്ചത് അത് നമുക്ക് ദൈവം തരും. പക്ഷേ നമ്മൾ ശ്രമിക്കും കൂടി വേണം, അതും വേണം പറയാൻ. അതുകൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് നല്ലത് വരുമോ, എനിക്കിത് നിർത്തി പോകേണ്ടി വരുമോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ കഴിയുന്ന വിധത്തിൽ എന്താ പറയുക, വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ചിലർക്ക് ഈ ആൾക്കെന്താ എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കാനുള്ളത്, അങ്ങനെയൊക്കെ ചോദിക്കാനും അങ്ങനെയൊക്കെ ചിന്തിക്കാനും മനസ്സുള്ളവരും ഉണ്ട് കേട്ടോ. അല്ല, ചിലവർ പറയും അവർക്ക് അതിനെങ്കിലും കഴിയുന്നുണ്ടല്ലോ, അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ പറയും. അപ്പോൾ ഞാൻ ആരെ ഭാഗത്തേക്ക് ഒരു കുറ്റവും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പറയുക, അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ തോന്നാം, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഉള്ളതൊക്കെ എൻ്റെ എന്താ പറയുക, എനിക്ക് അവിടുന്ന് യൂട്യൂബിൽ നിന്ന് ഇത് പൈസ കിട്ടും എന്നുള്ള ഒരു ഇത് ദൈവത്തിൻ്റെ അടുത്തും കൂടി ഒരു തീരുമാനം ഉണ്ടാവണം. അപ്പോഴേ എനിക്കത് കിട്ടുള്ളൂ. അല്ലാണ്ട് വാശി പിടിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല എനിക്ക്. ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അതിന് നല്ല അഭിപ്രായം പറഞ്ഞവരുമുണ്ട്, പറയാത്തവരുണ്ട്. കമൻറ്റ് ബോക്സ് ഞാനവിടെ ഇതാക്കിക്കണം. വേണ്ട, കമൻ്റൊന്നും കേൾക്കണ്ട എനിക്ക്. എന്താ വെച്ചാൽ ചിലർ വല്ലാതെ മനസ്സ് വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കമൻ്റൊക്കെ പറയും. അപ്പം അത് താങ്ങാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ കാണും, അത്രയേ ഉള്ളൂ പറയുന്നത്. ഇപ്പം വെളുത്തുള്ളി നന്നാക്കി കഴിഞ്ഞു. വെളുത്തുള്ളി പരിപ്പിലേക്ക് ഇട്ടിക്കണം. അത് കുറച്ച് ഗ്യാസിന് നല്ലതാണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ. ആദ്യം പരിപ്പ് കുറച്ച് വേവിക്കാൻ വയ്ക്കും, നല്ലോണം വെന്ത് തുടങ്ങോട്ടെ വിചാരിച്ചിട്ടാട്ടോ. ഇത് കറിവേപ്പില ഇട്ട് വെക്കുന്ന ബോക്സ് തുറന്ന് വച്ചാണ് കേട്ടോ ഇത് കേട്ടത്. കറി ഒരുപാട് ഇഷ്ടമാണ്. കറിവേപ്പില ഒരുപാട് കറിയിലിടുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പരിപ്പ് വേവിക്കാൻ വെക്കുമ്പോഴും ഇടും, കറി ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഇടും. അങ്ങനെ പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പരിപ്പ് അടുത്ത് വയ്ക്കട്ടെ. പരിപ്പ് അടുപ്പത്തായി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നോ, തേങ്ങ ചിരവാൻ പോവാണ്. തേങ്ങ അരച്ചിട്ടുള്ള കറി, പരിപ്പും തക്കാളി തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഈ കുറേ ഞാൻ പരിപ്പും തക്കാളിയും മാത്രമായിട്ട് കറി വെച്ചിട്ട്, അപ്പോൾ ഇന്ന് അങ്ങനെ ആക്കാൻ വിചാരിച്ച്. എപ്പോഴും ഇത് പൊടികൾ ഇട്ടിട്ട്, എന്താ മസാലപ്പൊടികൾ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണല്ലോ
വയ്ക്കാറുള്ളത്. അപ്പം ഇന്നിങ്ങനെ വയ്ക്കാമെന്ന് വെച്ചിട്ട്. ലാലി ലാലി ലേ ലാലി ലാലി ലേ ഹോ ലാലി ലാലി ലേ ലാലി ലാലി ലേ ഹോ മലരുളിയേ മന്ദാര മലരേ മഞ്ചാടി മണിയേ ചാഞ്ചാടു മഴകേ പുതുമലരേ പൊന്നാര മലരേ എന്നോമൽ കനിയേ എൻ കുഞ്ഞു മലരേ ലാലി ലാലി ലേ ലാലി ലാലി ലേ ഹോ ലാലി ലാലി ലേ ലാലി ലാലി ലേ ഹോ. ഇന്ന് എത്രയും മതി. മുഴുവൻ പാട്ട് എനിക്ക് അതിൻ്റെ വരികളൊന്നും ശരിക്കും അറിയില്ല കേട്ടോ. പക്ഷേ ഈ കുറച്ച് വരികൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള വരികളാണ്. അതുകൊണ്ട് ഞാനന്ന് പാടി നോക്കിയത് മാത്രം.